ഹലോ, വെൽക്കം ടു ഡ്രൈവ് മി ഓട്ടോ. ഇന്ത്യൻ വാഹന വിപണിയിലെ ബഡ്ജറ്റ് ഹാച്ച് ബാക്കുകളായിട്ടുള്ള പല രാജാക്കന്മാരുടെയും ഒരു പേടി സ്വപ്നമായിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയായിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ ടിയാഗോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് വേറെ ആരുമല്ല, ടാറ്റയുടെ BS6 വെർഷൻ ആയിട്ടുള്ള ടിയാഗോയാണ്. 2016 ഇന്ത്യൻ മാർക്കറ്റിലെ ടാറ്റ മോട്ടോഴ്സ് ടിയാഗോയെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ടാറ്റയുടെ വളർച്ച എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നെക്സോൺ, ഹെക്സ, ഹാരിയർ പോലുള്ള പല വണ്ടികളും അതിനുശേഷമാണ് ഇറങ്ങിയത്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് ഈ കാണുന്ന ടിയാഗോ എന്ന വാഹനം. അതിനുശേഷം നെക്സോണും ഹെക്സയും ഹാരിയർ ഒക്കെ ഇറങ്ങിയതിനു ശേഷം ടാറ്റ മോട്ടോഴ്സിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനങ്ങളും ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല, ഒരു അടിപൊളി വണ്ടിയാണെന്ന് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ടാറ്റ ടിയാഗോ പുതിയ BS6 വാഹനമായിട്ടുള്ള ഈ വണ്ടിക്ക് പഴയ BS4 വെർഷനിൽ നിന്നും എന്തൊക്കെ വ്യത്യാസം ഉണ്ടായെന്നും അതുപോലെ തന്നെ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എന്ത് ഫീൽ ചെയ്തെന്നും അതിനോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ ഓണർ ആയിട്ടുള്ള വിപിൻ ചേട്ടന്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സാണ് ടിയാഗോയ്ക്ക് ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കുന്നത്. ഏതൊക്കെ കളർ നമുക്ക് നോക്കാം. റെഡ് ഉണ്ട്, അതുപോലെ യെല്ലോ, സിൽവർ, ഗ്രേ, വൈറ്റ് മോഡലുകളാണ് ഈ വണ്ടിക്ക് ഇറങ്ങുന്നത്. ഒരു ബ്ലൂ കളറും കൂടെ വരുന്നുണ്ട്. എല്ലാം തികച്ചും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിക്ക് ലുക്ക് വൈസ് എന്തൊക്കെ മാറ്റം വന്നെന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ പഴയ വണ്ടികളിൽ നിന്ന് നോക്കുമ്പോൾ ഹുഡ് നമുക്കൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷേ മേജർ ചേഞ്ചസ് വരുന്നല്ല ഇതിന്റെ ബമ്പർ സൈഡിലോട്ടാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഗ്രില്ലൊക്കെ ഇവിടെ വരുന്നുണ്ട്. കുറച്ച് ഫ്രണ്ടിലോട്ട് നാരോ ആയിട്ട് ബൾജ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ ഒരു ആരോ ഷേപ്പിനുള്ള ഗ്രില്ലാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബമ്പറിന്റെയൊക്കെ ഷേപ്പ് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരു ലിപ്പ് കൊടുത്തിട്ടുള്ള പോലെ ഒരു ലുക്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ വാഹനം XT മോഡലാണ്, അതായത് നമ്മുടെ ബേസ് മോഡലിനേക്കാളും കുറച്ചുകൂടി മുകളിലുള്ളൊരു മോഡലാണ്. ഈ വണ്ടിക്ക് നമുക്ക് ഫോഗ് ലാമ്പ് ഒന്നും വന്നിട്ടില്ല. ഫോഗ് ലാമ്പ് വരുമ്പോൾ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ബൾജിങ് ആയിട്ടുള്ള ഒരു ക്രോം പ്ലേറ്റഡോടെ കൂടിയൊക്കെ ഉള്ള ഒരു ബോർഡറോട് കൂടിയാണ് വരുന്നത്. അത് തികച്ചും നല്ലൊരു ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് ആ വണ്ടിയുടേത്. പിന്നെ മേജർ ചേഞ്ച് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് കാണുമ്പോഴാണ് അറിയാനുള്ളത്. ഹെഡ്ലൈറ്റ് ഒരു വലിയ ചേഞ്ച് ടിയാഗോയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം. ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ സൈഡ് വെച്ച് നോക്കുന്ന നേരത്ത് പ്രത്യേകിച്ച് ഡിസൈൻ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ ടിയാഗോയുടെ അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഈ രണ്ട് വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പുറകിലോട്ട് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ചെറിയൊരു സ്പോയിലർ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മിനി ആയിട്ടുള്ള ഒരു വെർഷൻ സ്പോയിലർ പോലെ കൊടുത്തിട്ടുണ്ട്. ടിയാഗോയുടെ പുറകുവശം നോക്കാൻ നേരത്തെ പ്രത്യേകിച്ച് ചേഞ്ചസ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബമ്പർ സൈഡിലാണ്. അതായത് ബമ്പർ ഒരു പുതിയ ഡിസൈനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം, പഴയ മോഡലിനെക്കാളും കുറച്ചുകൂടി ലുക്കായിട്ടുള്ള ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ലുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുറകുവശത്തായിട്ട് ടാറ്റയുടെയൊക്കെ ഒരു ലോഗോയൊക്കെ താഴെയായിട്ട് ടിയാഗോ എന്ന് പറയുന്ന ഒരു ചെറിയ പഞ്ചിങ് ഒക്കെ വരുന്നുണ്ട്. പഴയ BS4 മോഡലുകളാണെങ്കിൽ നമുക്ക് ഈ ടിയാഗോയുടെ ബാഡ്ജ് സൈഡിലായിരുന്നു കാണുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ബൂട്ട് തുറക്കാനായിട്ട് പ്രത്യേകിച്ച് സ്വിച്ചസ് ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് കീ യൂസ് ചെയ്താണ് ഇവിടെ തുറക്കാനുള്ളത്. നമുക്ക് ഈ ഒരു വിലയ്ക്ക് അതും കൂടെ ഒന്ന് ഇങ്ങനെ വലുതായി പ്രൊജക്റ്റ് ആയിട്ടൊന്നും നിൽക്കാത്ത രീതിയിൽ കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ നമുക്കൊരു ചെറിയ ചേഞ്ച് കാണാൻ പറ്റുന്ന ഈ ഒരു ടൈൽ ലാമ്പാണ്. ആ പഴയ ബൂമറാങ് ഷേപ്പിലുള്ള ടൈൽ ലാമ്പിൽ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് XT എന്ന് പറയുന്ന മോഡലാണ്. അതായത് ബേസ് മോഡലിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു മോഡൽ. ഈ വണ്ടിയുടെ ടയറുകൾ നമുക്ക് നോക്കുമ്പോൾ ബ്രിഡ്ജ് ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തത്. നല്ലൊരു ടയർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പഴയ ടിയാഗോയിൽ ഒരു അലോയ് വീലിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ കുറച്ചുകൂടി മുകളിലോട്ടുള്ള ഒരു മോഡലിന് നമുക്ക് അലോയ് പോലത്തെ ഒരു വീൽ കപ്പാണ് വരുന്നത്. പക്ഷെ ടോപ്പ് വേരിയന്റിൽ വരുന്നതും നമുക്ക് ഒരു ഒറിജിനൽ ആയിട്ടൊരു അലോയ് വീൽ ജെന്യൂൻ ആയിട്ട് വണ്ടിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ പുറമേ ഉള്ള വിശേഷങ്ങൾ. നമുക്കിനി അകത്ത് ഇതിന്റെ ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ, നമുക്ക് പുറമേ ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇന്റീരിയറിന്റെ ഒരു ഡിസൈൻ ഒരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തൊക്കെ പക്ഷേ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മുൻപേ ഉള്ള മോഡലുകളൊക്കെ തന്നെ നമുക്ക് ബ്ലൂ കളറൊക്കെ പോലെയുള്ള കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളറിനൊക്കെ ഈ പറയുന്ന AC വെന്റിന് ഒരു കളറൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് കാണുമ്പോൾ അറിയാം, ഗ്രേ വണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. നമുക്ക് ഇതിനകത്തോടെ കയറി ഇരുന്ന് നോക്കാം. വണ്ടിയുടെ സീറ്റിനെ പറ്റിയും അതിന്റെ ഒരു കംഫോർട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സീറ്റിന്റെ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ നമുക്കൊരു സീറ്റ് കവർ ഓർഡർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും കയറി ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് തന്നെ ഉണ്ടാണ്. വളരെ കംഫോർട്ടായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് നമുക്ക് പറയാം. പിന്നെ സ്റ്റിയറിംഗിന്റെ വശത്തോട്ടൊക്കെ പോകുന്നത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ടാറ്റയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. നമുക്ക് ഓടിക്കുമ്പോഴും കൺട്രോളിനൊന്നും അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല.
നമ്മുടെ ടിയാഗോയുടെ ഏറ്റവും നല്ലൊരു സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഈ വണ്ടിക്ക് ഹർമന്റെ മ്യൂസിക് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. വളരെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ പഴയ വെർഷൻസിന് ഇതുപോലെ തന്നെയായിരുന്നു. ഈ ഒരു വണ്ടിക്കും അത് തന്നെ കൊടുക്കാൻ കഴിഞ്ഞത് ടാറ്റയ്ക്ക് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് കാണാം അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണിത്. നമ്മുടെ ടിയാഗോയുടെ ഈ ഒരു സെൻട്രൽ ക്ലസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നോക്കാം, നമുക്ക് വെന്റെല്ലാം നല്ല ക്രോമായിട്ടൊരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ടാണ് നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റം എല്ലാം വരുന്നത്. പിന്നെ നമുക്ക് ഈ നോബ് കാര്യങ്ങളെല്ലാം നോക്കാൻ നേരത്ത് ഒരു ക്രോം ആയിട്ടുള്ള ഒരു പ്ലേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഗിയർ നോബൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ ടൈപ്പ് തന്നെയാണ്, എങ്കിലും ഒട്ടും മോശമല്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയിൽ തന്നെ ആയിട്ട്. നമ്മുടെ ഡോറും ഡോർ ഹാൻഡിലൊക്കെ നോക്കാൻ നേരത്ത് നമുക്കൊരു ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബോട്ടിലിന്റെ ഒക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിന്റെ ബോട്ടിലൊന്നും നിൽക്കത്തില്ല, ഒരു 0.5 ലിറ്റർ ഒക്കെ ഒരു 500 ml ഒക്കെ ബോട്ടിൽ കഷ്ടിച്ച് നിൽക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വണ്ടിയിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഈ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്, ഫുള്ളി ഡിജിറ്റൽ ആണ് നമ്മുടെ ഈ ഒരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ. പക്ഷെ നമുക്ക് കാണാം വളരെ വെറൈറ്റി ആയിട്ടാണ് ടാറ്റ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഓഡോമീറ്ററാണ് വണ്ടിക്ക് വരുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് മീറ്റർ കൺസോളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം, നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു ടാക്കോമീറ്റർ കാണാം. അതുപോലെ തന്നെ സെൻട്രലിലാണ് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫ്യൂൽ മീറ്റർ കാര്യങ്ങൾ കാണാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ടിയാഗോയുടെ സ്റ്റിയറിംഗ് വളരെ ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഫ്ലാറ്റ് ബോർഡ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ടിൽറ്റബിൾ ആണ്, ടെലിസ്കോപ്പിക് അല്ല. നമുക്ക് പുറകിലോട്ട് വരാൻ പറ്റത്തില്ല, പകരം നമുക്ക് മുകളിലോട്ട് ടിൽറ്റബിൾ ആയിട്ട് ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഹോൺ കണ്ടോ, ഹോൺ നമ്മുടെ സെൻട്രൽ ഏരിയയിലല്ല വരുന്നത്, സ്റ്റിയറിംഗിന്റെ തന്നെ 2 സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹോൺ അടിക്കാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ടിയാഗോയുടെ റിയർ വ്യൂ മിറേഴ്സ് എന്ന് പറയുമ്പോൾ ORVയും അഡ്ജസ്റ്റബിൾ ആണ്, അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു റിയർ വ്യൂ മിററാണ് വരുന്നത്. പക്ഷെ നമുക്ക് കാണാം ഇത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ളൊരു മിറർ അല്ല വന്നിരിക്കുന്നത്. ഫുള്ളി ഇലക്ട്രിക്കലായിട്ട് ഇതിന്റെ പൊസിഷൻ എല്ലാം അകത്തിരുന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ ടിയാഗോയുടെ ഫ്രണ്ട് വശത്തുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി നമുക്ക് പുറകിലോട്ടൊന്ന് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റിന്റെ ഒക്കെ ഡിസൈൻ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറകിലെ ലെഗ് സ്പേസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്ക് ആവശ്യത്തിനുള്ള ഒരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വളരെ ഒരുപാട് കൂടുതലാണെന്നൊന്നും പറയത്തില്ല, എങ്കിലും ഈ ഒരു സീറ്റിന്റെ ഷേപ്പ് നിങ്ങൾ കണ്ടായിരുന്നു, ഫ്രണ്ടിലോട്ട് യു പോലൊരു ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ അകത്തോട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ കാല് തട്ടുന്നൊന്നുമില്ല. സീറ്റ് അത്യാവശ്യം കംഫോർട്ടബിൾ ആണെന്ന് തന്നെ പറയാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഈ ഒരു ഹാച്ച് ബാക്ക് വണ്ടിയായതുകൊണ്ട് തന്നെ ഇതൊരു 4 സീറ്റർ വാഹനമാണ്. അപ്പോൾ നമുക്ക് നടുക്കത്തെ സീറ്റിലോട്ട് വരുമ്പോൾ നടുക്കത്തേത് വളരെ കംഫോർട്ടാണെന്നൊന്നും പറയത്തില്ല, കാരണം നമുക്ക് ബാക്കിലോട്ടൊരു ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. 2 സൈഡിലായിട്ട് ഇരിക്കുമ്പോൾ നല്ലൊരു സീറ്റ് തന്നെയാണ്. ടിയാഗോയുടെ ബൂട്ടിനെ പറ്റിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ വണ്ടിയുടെ ബൂട്ടിന്റെ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് ലിവർ യൂസ് ചെയ്ത് ഈ ബൂട്ട് തുറക്കാൻ കഴിയും. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കീ യൂസ് ചെയ്താണ്. കീ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല, എങ്കിലും ബൂട്ട് ഈസി ആയിട്ട് തുറക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ബൂട്ട് സ്പേസ് കാണുമ്പോൾ അറിയാം, നമ്മളൊരു ഹാച്ച് ബാക്ക് മോഡലുകളിൽ ഈ ഒരു വണ്ടിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ 242 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ബൂട്ട് സ്പേസിനെ പറ്റി പറയാനുള്ളത്. ഇവിടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത്രയൊക്കെ തന്നെയാണുള്ളത്. ടിയാഗോയുടെ എഞ്ചിൻ സൈഡും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഒരു ബോണറ്റൊക്കെ ഒന്ന് തുറന്നിട്ടൊക്കെ നോക്കാം. ടാറ്റ മോട്ടോഴ്സ് ടിയാഗോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇതുവരെ BS6 വണ്ടികളിൽ ഡീസൽ ആയിട്ടൊരു എഞ്ചിൻ വരുന്നില്ല. ഈ കാണുന്ന ഒരു 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിനാണ്. ഈ വണ്ടിയുടെ ഈ എഞ്ചിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പവർ എന്ന് പറയുന്നത് 86 PS പവറാണ്. അതുപോലെ തന്നെ ടോർക്കിന്റെ കാര്യം പറയുമ്പോൾ ഒരു 113 Nm ടോർക്കും ഈ വണ്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാറ്റയുടെ വാഹനങ്ങളുടെ വെയിറ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട് പോലും ഇതൊന്ന് ഓടിക്കാൻ നേരത്ത് നമുക്കൊരു പവർ ലോസ് ഇതുവരെ ഒന്ന് ഫീൽ ചെയ്തില്ല. അതായത് എനിക്കിപ്പോൾ ഓടിച്ച് നോക്കിയപ്പോഴും അത് തന്നെയാണ് ഫീൽ ചെയ്തത്. പവർ ലോസ് ഈ വണ്ടിക്ക് ഇതുവരെ തോന്നിയില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടി തന്നെയാണ്. ഈ 86 PS പവർ എന്ന് പറയുന്നത് ഹാച്ച് ബാക്ക് വണ്ടികളിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മുടെ ബഡ്ജറ്റ് ഹാച്ച് ബാക്ക് വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുറവാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഈ വണ്ടിയുടെ ഒരു ഹാൻഡ്ലിംഗ്, അല്ലെങ്കിൽ ഇതിന്റെ സസ്പെൻഷനോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ചെയ്യാനായിട്ട് നമ്മുടെ ഇതിനോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ ഓണറിനെ വെച്ചിട്ട് ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഈ വണ്ടിയുടെ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കാണാം.
ഈ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ മറ്റ് സവിശേഷതകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം.